ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാമെന്നാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ 2 കപ്പ് പൊടി ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് അങ്ങനെ 4 കപ്പ് പൊടിയാണ് എടുത്തത്. എന്നിട്ട് പിന്നെ പൊടീനെ അരിച്ചെടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ 1 കപ്പ് ബട്ടറിനെ നമ്മൾ നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അരിക്കാനായിട്ട് നമുക്ക് ശരിക്കുള്ള അരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനൊരു സംഭവത്തിനകത്താണ് അരിച്ചെടുക്കുന്നത്. പിന്നെ വലിയ തരിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ അരിച്ചെടുക്കാനായിട്ട് നല്ല എളുപ്പമായിരുന്നു. അപ്പം പൊടിയരിക്കലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനല്ല കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കാമെന്നുള്ള തീരുമാനം വെച്ചത്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കൊച്ചു നിൽക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു വീഡിയോയിൽ. അപ്പോൾ അവളാണ് ചെയ്യുന്നത്. അപ്പം അവൾ ചെയ്യുന്നതിൻ്റെ ചുളിവിൽ ഞാനൊരു വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ദൈവം ഔട്ടി സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവനിങ്ങനെ ഇഷ്ടമാണ് അവനിങ്ങനെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാനായിട്ട്. പൊന്നൂസിന് ഓൾറെഡി പനിയൊന്നും ശരിക്കും മാറാത്ത കാരണം അവൻ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പോൾ ഔട്ടിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ഈ 4 കപ്പ് പൊടി നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 1 പ്രാവശ്യം അരിച്ചുള്ളൂ. ഇത് സെൽഫ് റൈസിങ് ഫ്ലോറാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ നമ്മൾ വേറെ ഒന്നും ഇടണ്ട, ഇത് ഓൾറെഡി അങ്ങനത്തെ പൊടിയാണ്. അപ്പം അത് 4 കപ്പ് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഔട്ടിക്കാണെങ്കിലും പ്ലം കേക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ ഇതിപ്പോൾ അവൻ ഉണ്ടാക്കാൻ വേണ്ടി കൂടുന്ന കാരണം കൊണ്ട് ചിലപ്പം ഇഷ്ടപ്പെടുമായിരിക്കും. അങ്ങനെ നമ്മുടെ ഗരം മസാല, പിന്നെ ജാതിക്ക പൊടിച്ചത്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മളിങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഏലക്കായയുടെ പൊടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ സൈഡിൽ എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ അതും ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുകയാണ് അവളുടെ അടുത്ത്, ഈ പാത്രം വേണ്ടി വരുമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ടി വരും. അതുകൊണ്ട് ഞാനാണെങ്കിൽ അവൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വേഗം വേഗം പാത്രങ്ങൾ കഴുകി വെക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇടുന്നത് ഉപ്പാണ് കേട്ടോ. അപ്പം അളവുകൾ ഞാൻ കറക്റ്റായിട്ട് ഇതിൻ്റെ സൈഡിൽ എഴുതി കാണിക്കാം. അപ്പം അങ്ങനെ ഉപ്പിട്ടു. ഇനി അവൻ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അവൻ നല്ല ഹാപ്പിയിലാണ് കേട്ടോ. എന്തോ വലിയ സംഭവം അവൻ ചെയ്യുന്ന പോലെയാണ്. അപ്പം പൊന്നൂസിനൊന്നും കാണാൻ പറ്റിയില്ല എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊന്നും. അങ്ങനെ പടപടാന്ന് വേഗം അരിച്ചു. ഇനി നമ്മളൊരു പാൻ നന്നായിട്ട് ചൂടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാവുട്ടി പറഞ്ഞു വാവുട്ടി നന്നായി ഇളക്കിക്കോളാം. അപ്പോൾ അങ്ങനെ അവൻ അടുപ്പിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ എല്ലാ നട്ട്സും ഫ്രൂട്ട്സും എല്ലാം കൂടി ഓറഞ്ച് ജ്യൂസും കുറച്ച് റമ്മും എല്ലാം വിട്ടിട്ട് സോക്ക് ചെയ്ത് ഒരു 2-3 ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. അപ്പം അതാണിത്. അങ്ങനെ നേരത്തെ നമ്മൾ മെൽറ്റാക്കി വെച്ച 1 കപ്പ് ബട്ടർ നല്ല ചൂടായ പാത്രത്തിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അത് നന്നായി ചൂടാകുമ്പോൾ 1 കപ്പ് ഷുഗർ ഇട്ടു. എന്നിട്ട് അത് നന്നായിട്ട് മെൽറ്റായതിനു ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചായിരുന്ന ആ ഫ്രൂട്ട്സും നട്ട്സും നമ്മൾ റമ്മും ഓറഞ്ച് ജ്യൂസും എല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത്. അത് തന്നെ ഇട്ടപ്പോൾ തന്നെ നല്ല പ്ലം കേക്കിൻ്റെ മണം വന്നു കേട്ടോ. പക്ഷെ ഒരുപാട് ഫ്രൂട്ട്സും നട്ട്സ് ഉണ്ടായിരുന്നു. ഇത്രയും വേണ്ടായെന്നൊന്നും നമുക്ക് പിന്നെ അങ്ങനെ തോന്നി. പക്ഷെ എന്നാലും അടിപൊളി. അതിനിടയ്ക്ക് പൊന്നൂസ് ഉറങ്ങി എണീറ്റ് വന്നു. അപ്പോൾ അവനൊരു ക്രോയിസാൻറ്റും കുറച്ച് കാപ്പിയൊക്കെ ആയിട്ട് കൊടുത്തപ്പോൾ അവൻ ചോദിക്കുകയായിരുന്നു, നിങ്ങളിത് കുറേ നേരമായി പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാനീ കാണിക്കുന്നത് കുറച്ച് റമ്മാട്ടോ. അത് നമ്മളിങ്ങനെ അതിനകത്തോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്നതാണ്. അപ്പോൾ 4 കപ്പ് പൊടിയാണ് നമ്മൾ എടുത്തായിരുന്നത്. അപ്പോൾ 4 മുട്ട എടുത്തു. അത് കഴിഞ്ഞ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. 1 ടീസ്പൂണല്ല 2 ടീസ്പൂൺ. എനിക്കത് കറക്റ്റ് ഇതറിയില്ല, ഞാൻ എഴുതി കാണിക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഇതെല്ലാം ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചൂടാറാണ്ടായപ്പോൾ ഞാൻ ഫാനിൻ്റെ ചുവട്ടിൽ ഇരുന്ന് അതിനെ ചൂടാറ്റി. എന്നിട്ട് പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കണം മുട്ടയും കൂടി അതിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു. മിക്സിങ് ആണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം. നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലാ സംഭവങ്ങളും. ഇപ്പോൾ പൊടിയാണെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മിക്സിങ്ങിന് ഒരു രീതിയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മുട്ടയും നമ്മുടെ ബട്ടർ നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചേക്കണത് ഫ്രൂട്ട്സ് നട്ട്സും പഞ്ചസാരയും എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തു. ഇനിയാണ് നമ്മൾ ഇതിനകത്തോട്ട് പൊടി ഇടാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ട് ഇളക്കിയെടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് പൊടി ഇളക്കുന്നു. പിന്നെ ഇതിനിടയ്ക്ക് അവളുടെ അമ്മ വിളിച്ചിട്ട് നമുക്ക് എങ്ങനെയാണത് ഇളക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്യണം എന്നാണ്
പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിത് കട്ട് ചെയ്യുന്നു, ഫോൾഡ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളൊരു ചില്ല് പാത്രത്തിനകത്ത് ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 10 മിനിറ്റ് 150 ഡിഗ്രിയിൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ എല്ലാ ഇതും കൂടി നമ്മൾ അതിനകത്തോട്ട് വെച്ചു. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് 160 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കണേ. അപ്പം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കണ ഓവനിനകത്തോട്ട് നമ്മൾ നല്ല ചൂടുണ്ട് കേട്ടോ, അപ്പോൾ അത് കയറ്റി വെച്ചു. അങ്ങനെ നമ്മൾ 40 മിനിറ്റ് 160 ഡിഗ്രിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്കൊന്ന് ടൂത്ത് പിക്ക് വെച്ച് നോക്കിയായിരുന്നു. അപ്പോൾ നല്ല വിണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൂത്ത് പിക്ക് ഇട്ട് വീണ്ടും നോക്കുകയാണ്. അപ്പം ഒന്നുമില്ല, എവിടെയും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നന്നായിട്ട് വെന്തെന്നാണ് കേട്ടോ. അപ്പം അങ്ങനെ നമുക്കത് പിടിച്ചിറക്കാനുള്ള സാധനം നമുക്ക് നോട്ടുകൊണ്ട് വെച്ചിട്ട് തന്നെയാണ് അത് പിടിച്ചിറക്കിയത് കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു, കൈയൊന്നും പൊള്ളിക്കാണ്ട് ശ്രദ്ധിച്ച് വേണത് വെക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ അടിപൊളി രസമാണ്. എന്താ പറയുക, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവിടെയും കുത്തി നോക്കുകയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുത്തി കുത്തി എല്ലാവിടെയും ഓട്ടയാക്കണം. ഇപ്പം നമ്മൾ കുത്തി നോക്കുമ്പോൾ എല്ലാവിടെയും വെന്തിട്ടുണ്ട്. നെക്സ്റ്റ് വെച്ച് നമ്മൾ കുത്തി കുത്തി എല്ലാവിടെയും നല്ല ഓട്ടയാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മൾ കുറച്ചും കൂടി റമ്മും ഷുഗറും കൂടിയിട്ടുള്ള സിറപ്പാണ് ഒഴിക്കണത്. അപ്പം അത് രണ്ടും കൂടി ഒഴിച്ച് നമ്മളിങ്ങനെ അങ്ങനെ എന്താ പറയുക, നമുക്ക് ആ ഒരു ചെറിയ ചെറിയ ഹോൾ ഉണ്ടാക്കി വെച്ചേക്കണ കാരണം കൊണ്ട് തന്നെ അതിനകത്തോട്ടൊക്കെ നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പറയായിരുന്നു കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറ്റാവുമെന്ന്. അപ്പോൾ നമ്മളിത് കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇന്നലെ പിന്നെ ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങിപ്പോയി. ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഷുഗർ സിറപ്പും കുറച്ച് റമ്മും ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കുഞ്ഞു 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 ഓട്ട വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ ജസ്റ്റ് ചൂടൊക്കെ ആറിയതിന് ശേഷം ഒരു ക്ലിംഗ് ഫ്ലെയിം വെച്ച് ഇങ്ങനെ അടച്ച് വെച്ചു. ഇനി നമ്മൾ നാളെയാണ് ഇത് മുറിക്കാൻ പോകുന്നത്. നാളെയാണ് നമ്മുടെ ക്രിസ്മസ്. അപ്പം ഒരു ഈസി ആയിട്ടുള്ള സംഭവമായിരുന്നു. ആദ്യമായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാവർക്കും ബൈ.